നമ്മളെല്ലാവരും എല്ലാ മാസവും മൊബൈൽ റീചാർജ് ചെയ്യാറുള്ളതല്ലേ? പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ഒരു അധിക മാസത്തെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഫോൺ പ്ലാനിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കണക്കുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര മാസത്തെ റീചാർജ് ചെയ്തു? സ്വാഭാവികമായും 12 എന്നല്ലേ ഉത്തരം? എന്നാൽ ആ ഉത്തരം തെറ്റാണെങ്കിലോ? അതെ, ശരിക്കുള്ള ഉത്തരം 13 ആണ്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ? ഒരു വർഷം 12 മാസമേ ഉള്ളൂ, പക്ഷെ നമ്മൾ 13 മാസത്തെ കാശാണ് നമ്മുടെ മൊബൈൽ കമ്പനിക്ക് കൊടുക്കുന്നത്. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ ഇതിന്റെയെല്ലാം പിന്നിലെ പ്രധാന കാരണം എന്താണെന്നറിയോ? 28 ദിവസത്തെ മാസം. ടെലികോം കമ്പനികൾ എങ്ങനെയാണ് മാസം എന്ന വാക്കിനെ തന്നെ നമുക്ക് മുന്നിൽ മാറ്റിമറിക്കുന്നത് എന്ന് നോക്കാം. അപ്പോ നമ്മളൊരു മാസത്തെ പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും 30 ദിവസമെങ്കിലും പ്രതീക്ഷിക്കും, അല്ലേ? പക്ഷെ എന്താ സംഭവിക്കുന്നത്? മിക്ക കമ്പനികളും തരുന്നത് വെറും 28 ദിവസത്തെ വാലിഡിറ്റിയാണ്. ഈ ചെറിയൊരു 2 ദിവസത്തെ വ്യത്യാസമില്ലേ, അതാണ് നമ്മുടെ പോക്കറ്റിലെ വലിയൊരു മാറ്റമുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ 28 ദിവസത്തെ സൈക്കിള് എങ്ങനെയാണ് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു 13ാമത്തെ മാസത്തെ അധിക പേയ്മെന്റായിട്ട് മാറുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിന്റെ കണക്ക് വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 12 തവണ റീചാർജ് ചെയ്യുന്നു, ഓരോ തവണയും 28 ദിവസം വെച്ച്. അപ്പം 28 ഗുണം 12 എത്രയായി? 336 ദിവസം. പക്ഷെ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടല്ലോ. അതായത് വർഷം തീരാൻ ഇനിയും 29 ദിവസം ബാക്കിയുണ്ട്. പക്ഷേ നിങ്ങളുടെ റീചാർജ് തീരുന്നു. ഒരു വർഷത്തേക്ക് മുഴുവൻ പണം അടച്ചോ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഏകദേശം ഒരു മാസം നമ്മുടെ ഫോണിൽ കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോ ഈ 29 ദിവസത്തെ ഗ്യാപ്പ് നികത്താൻ നമ്മളെന്ത് ചെയ്യും? വേറെ വഴിയില്ല, നമ്മൾ 13ാമതൊരു റീചാർജ് ചെയ്യാൻ നിർബന്ധിതരാകും. കണ്ടില്ലേ, അങ്ങനെയാണ് നമ്മളൊരു വർഷം 12 തവണയല്ല 13 തവണ പണം അടയ്ക്കുന്നത്. നിങ്ങൾ 12 മാസത്തേക്ക് എന്ന് വിചാരിച്ച് പണം മുടക്കുമ്പോൾ സത്യത്തിൽ 13 മാസത്തെ പൈസയാണ് കൊടുക്കുന്നത്. ഇത് ഓരോ വർഷവും നമുക്ക് ഏകദേശം 8% അധിക ചെലവ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, കോടിക്കണക്കിന് ആളുകളിൽ നിന്നാണ് ഓരോ വർഷവും ഈ അധിക പണം ഈടാക്കപ്പെടുന്നത്. പക്ഷേ പ്രശ്നം എവിടെ തീരുന്നില്ല. ഇത് അധികമായി പണം നൽകുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഡേറ്റയ്ക്ക് കൂടി പണം നൽകേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ വീടുകളിലുള്ള അച്ഛനമ്മമാരെയും മുത്തശ്ശന്മാരെയുമൊക്കെ പോലെ സാധാരണ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവരെയാണ്. അവരുടെ ആവശ്യങ്ങൾ വളരെ സിമ്പിളാണ്. വരുന്ന കോളുകൾ എടുക്കണം, വിളിക്കണം, പിന്നെ ബാങ്കിൽ നിന്ന് വരുന്ന OTPകൾ, മെസ്സേജുകൾ, ഇതൊക്കെ തന്നെ. ഇതിലൊന്നിനും ശരിക്കും ഇന്റർനെറ്റ് ഡാറ്റയുടെ ആവശ്യമില്ല, അല്ലേ? എന്നിട്ടും നിങ്ങൾ ഇന്നൊന്ന് മാർക്കറ്റിൽ നോക്കിക്കേ. ഡേറ്റ ഇല്ലാത്തൊരു പ്ലാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ പ്രയാസമാണ്. മിക്കവാറും എല്ലാ പ്ലാനുകളിലും ഡേറ്റ ഒരു നിർബന്ധിത ഘടകമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫലം എന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ആവശ്യമില്ലാത്ത, അവരൊരിക്കലും ഉപയോഗിക്കാത്ത ഡേറ്റയ്ക്ക് വെറുതെ പണം നൽകാൻ നിർബന്ധിതരാകുന്നു. എന്തിനുവേണ്ടി? ആ ഫോൺ നമ്പർ ഒന്ന് നിലനിർത്താൻ വേണ്ടി മാത്രം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതൊരു വലിയ കളിയുടെ ഭാഗം മാത്രമാണ്. മൊബൈൽ റീചാർജ് വിലകള് ആസൂത്രിതമായി വർദ്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗം. ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് അധികം പണം ഈടാക്കാൻ ഇവർക്ക് പ്രധാനമായും 3 വഴികളുണ്ട്. 1, നമ്മൾ കണ്ട ഈ വാലിഡിറ്റിയിലെ കളി. 2, വിലയിലുള്ള പലതരം വ്യത്യാസങ്ങൾ. പിന്നെ നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത ഈ ടാക്സുകളും മറ്റു ചാർജുകളും. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ പ്രമുഖ കമ്പനികളും അവരുടെ റീചാർജ് പ്ലാനുകളുടെ വില കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് സാധാരണക്കാരായ നമ്മുടെയൊക്കെ സാമ്പത്തിക ഭാരം കൂട്ടുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഉപഭോക്താക്കൾ എന്ന നിലയില് ശരിക്കും ഒരു തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അതോ നമ്മളൊരു സിസ്റ്റത്തിലങ്ങ് കുടുങ്ങിപ്പോയിരിക്കുകയാണോ? അതായത് നമ്മളീ കാണുന്ന പ്ലാനുകളൊന്നും ശരിക്കും നമുക്കുള്ള ഒരു ഓഫറല്ല, അല്ലെങ്കിൽ ഒരു സൗകര്യമല്ല. മറിച്ച് അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി വളരെ തന്ത്രപരമായി ഉണ്ടാക്കിയെടുത്ത ഒരു നിർബന്ധിതാവസ്ഥയാണ്. ഇതൊരു ആസൂത്രിതമായ പിഴിയലാണ്, അത്ര തന്നെ. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക എന്നതിലുപരി ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അടുത്ത തവണ നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനൊക്കെയാണ് പണം നൽകുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.